തേങ്ങ ഉടക്കി സ്വാമി എന്ന് കുറേ കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തേങ്ങ ഉടക്കുന്നത് കാണുന്നില്ല. ഇപ്പോൾ ഒടുവിൽ എന്തായാലും തേങ്ങ ഉടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഭവം ഞാൻ പറഞ്ഞു വന്നത് ഈ രക്ഷാപ്രവർത്തനം, അതായത് മുൻ സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന നവകേരള യാത്രയുടെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ ഉണ്ടായുള്ള രക്ഷാപ്രവർത്തനവും അതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ മർദ്ദിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച അജിത് കുമാറിനെതിരെ നടപടി എടുക്കുന്നു കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു നടപടിയും വകുപ്പ് തലത്തിൽ എടുക്കാൻ ഇതുവരെ LDF സർക്കാർ തീരെ ശ്രദ്ധിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ UDF സർക്കാർ വരുമ്പോൾ അതിനെതിരെ നടപടി എടുക്കും, അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടി എടുക്കും എന്നുള്ളൊരു പ്രസ്താവന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരുന്ന VD സതീശൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടി എടുക്കും, കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ കുട്ടികളെ തല്ലിയവരാണ്, എന്തായാലും വേണ്ട വിധത്തിലുള്ള നടപടി എടുത്തിരിക്കും, അത് ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർക്കൊക്കെ അത് കേട്ടപ്പോൾ തന്നെ ഒരു VD സതീശനിലൊരു ആവേശവും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും നടപടി എടുക്കുന്നുള്ളൂ. പക്ഷേ ഇത്രയും കാലമായിട്ടും മറ്റു പല കാര്യങ്ങളിലും നടപടി എടുത്തിട്ടും അജിത് കുമാറിനെ തൊടാൻ തയ്യാറായിരുന്നില്ല ആരും, പുതിയ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-നകത്ത് ഒരു പ്രശ്നം വന്നു, ചർച്ച വന്നു. എന്തുകൊണ്ട് അജിത് കുമാറിനെ മാത്രം CPM രക്ഷിച്ചതുപോലെ തന്നെ UDF-ഉം രക്ഷിക്കുന്നു എന്നുള്ളൊരു LDF രക്ഷിച്ച ചോദ്യം വന്നു. അത് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഒരു ചർച്ച ഉണ്ടാക്കി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആണ് വീണ്ടും ഇത് പൊങ്ങി വരുന്നത്. അതിനുശേഷം രമേശ് ചെന്നിത്തലയെ കണ്ടു. രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് പിന്നെ DGP-ക്ക് ആദ്യം റിപ്പോർട്ട് കിട്ടണം, അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് കിട്ടണം, എന്നിട്ട് DGP സർക്കാരിന് നൽകണം, അതിനൊക്കെ അതിൻ്റെതായ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അത് കേൾക്കുന്നവർ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഇത് ഇനിയും വൈകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതും ഒരു വിവാദമായപ്പോൾ കോൺഗ്രസ് തന്നെ KC വേണുഗോപാൽ ഇടപെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ അല്ല ഈ ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളോട് KC വേണുഗോപാൽ പ്രതികരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞതോടുകൂടെ ഇപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ഇത് നീക്കാൻ, അതായത് DGP-യോട് റിപ്പോർട്ട് ആവശ്യപ്പെടാനും തുടർന്ന് സർക്കാരിന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങ ഉടയ്ക്കാൻ പോവുകയാണെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും തേങ്ങ ഉടയ്ക്കുന്നത് ഒരു കാര്യമായിട്ടുള്ള ഒരു തേങ്ങ ഉടക്കൽ ഉണ്ടാവുമോ? അല്ല, ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം പറയുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും അജിത് കുമാറിന് കിട്ടാൻ പോകുന്നതെന്ന്. പക്ഷെ സസ്പെൻഷൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പക്ഷെ ഒരു വശത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് ഇത്രയും നാൾ സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസം 18 ദിവസത്തോളം റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അത് ആഭ്യന്തര വകുപ്പിന്റെ അറിവോട് കൂടിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മൗന സമ്മതത്തോടു കൂടിയാണ് എന്ന് പുറത്തുള്ള ആളുകളല്ല, കോൺഗ്രസിലുള്ളവർ തന്നെയാണ് പറയുന്നത്. പല കാര്യത്തിലും റിപ്പോർട്ടുകൾ പെട്ടെന്ന് നീങ്ങി എന്ന് പറഞ്ഞിട്ട് VD സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടായിരുന്നു. കാരണം മദ്യത്തിന്റെ കാര്യത്തിലും മറ്റു PM ശ്രീയുടെ കാര്യത്തിലും വേറെ 1-2 കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് റിപ്പോർട്ടുകൾ നീക്കി, അതായത് പുതിയ നികുതി ഘടന ആക്കിയ സർക്കാരാണ് VD സതീശന്റെ. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രം റിപ്പോർട്ട് കിട്ടിയിട്ടും ഇങ്ങനെ പൂഴ്ത്തിയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ആരോപണം. എന്തുകൊണ്ടാണ് അജിത് കുമാറിനെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അജിത് കുമാറിനെ പൊതിഞ്ഞു ചേർത്ത് പിടിച്ച നിലപാടാണ് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടത്. അതൊക്കെ വലിയ പ്രതിഷേധത്തിനിടയാക്കി അന്നത്തെ പ്രതിപക്ഷവും ഇപ്പോഴത്തെ ഭരണപക്ഷവുമായിട്ടുള്ള UDF അന്നെടുത്തിരുന്ന നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിനനുസരിച്ച് സർക്കാരിലുള്ള വിശ്വാസ്യതയെ അത് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഇല്ലാതെ കുറഞ്ഞു വരും. PM ശ്രീയിൽ അന്നത്തെ പ്രതിപക്ഷം എടുത്ത നിലപാട്, സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത നിലപാട്, അത്തരം കാര്യങ്ങളിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരായി അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭരണം കിട്ടുമ്പോൾ മാറ്റം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ വിവാദമായത് PM ശ്രീയിൽ KM ഷാജി പറഞ്ഞ പ്രസ്താവന, അത് പ്രസംഗത്തിൽ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകും. പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അധികാരത്തിൽ വരുമ്പോൾ പ്രാവർത്തികമാക്കാൻ നഷ്ടപ്പെടുന്ന പോലെ അതേ രീതി തന്നെയാണ് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാൻ വൈകുന്നത്. നമുക്കറിയാം കേരളത്തിൽ അതിന്റെ അകത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ തൊട്ടവർക്ക് ഇവിടെ ഞങ്ങളുടെ കുട്ടികളെന്നല്ല, ആർക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായാലും അത് പോലീസുകാർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തതാണ് അവരെ ആക്രമിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ്. കേരളം മുഴുവൻ കണ്ടതാണ് ആ രക്ഷാപ്രവർത്തനം. അത് ശരിയായ നിലപാടല്ല എന്ന് കേരളം മൊത്തത്തിൽ വിലയിരുത്തിയ സമയം, അല്ലെങ്കിൽ വിലയിരുത്തിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളാണ് MR അജിത് കുമാർ. അജിത്
അജിത് കുമാറിന്റെ പേരിൽ ഈ ഒരു വിഷയം മാത്രമല്ല, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ അജിത് കുമാറിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. നേതാക്കളെ പോയി നേരിട്ട് കണ്ടത്, അത്തരം കാര്യങ്ങൾ, അങ്ങനെ നിരവധി കേസുകൾ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ അജിത് കുമാറിനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വ്യക്തമായ, പല വിഷയങ്ങളിലും വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല. അന്നത്തെ സർക്കാർ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിക്കുന്ന, സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ നിലപാട് പറയുകയും, നമുക്കറിയാം ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ ആയിക്കോട്ടെ, പോലീസുകാർ ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളെ പോലും ഫോൺ വിളിച്ച് അഭിനന്ദിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അജിത് കുമാറിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു നിലപാടെടുത്തു, യൂത്ത് കോൺഗ്രസുകാരെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ എന്തുകൊണ്ട് മറന്നു, അല്ലെങ്കിൽ മറന്ന ഒരു നിലപാടെടുത്തു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, എനിക്ക് തോന്നുന്നു പാർട്ടിക്കകത്ത് തന്നെ ഒരു എതിർ സ്വരം ഉയരുന്ന രീതിയിലേക്ക്, സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ പാർട്ടിക്കകത്ത് പല വിഷയങ്ങളിലും എതിർസ്വരം, കോൺഗ്രസിൽ പിന്നെ എതിർസ്വരം ഉയരുക എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയാണ്. CPM-ൽ മാത്രമാണ് എതിർസ്വരം ഉയരുമ്പോൾ അത് വലിയ പ്രശ്നമാകുന്നത്. കോൺഗ്രസിൽ ഇത് സ്ഥിരമായതുകൊണ്ട്. എന്നിരുന്നാൽ പോലും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഞാൻ KC വേണുഗോപാലിന്റെ പക്ഷത്താണ്. മറ്റൊന്നും കൊണ്ടല്ല, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് യൂത്ത് കോൺഗ്രസ്സുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നല്ല, ഇനിയിപ്പോൾ BJP-ക്കാർക്കാണ് അല്ലെങ്കിൽ ഒരു CPM-കാർക്കോ DYFI-ക്കാർക്കോ ആണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശ്വാസം പോലീസിനെ നഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് നല്ല ശക്തമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. അത് അവിടെ പാർട്ടിയോ രാഷ്ട്രീയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാസം അവസാനം ഈ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം വരാനിരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ എടുക്കുന്നത് കാര്യം പോലും സംശയമായിരിക്കും. അല്ല, പിന്നെ ജനങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകാൻ പോകുന്നത്, എന്തിനാണ് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അജിത് കുമാറിന്റെ, ഇപ്പൊ നമ്മൾ ഒരാളെ ഭയക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്രത്തോളം അല്ലെങ്കിൽ നല്ലതല്ലാത്ത നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ. ഇപ്പൊ മാറി മാറി വരുന്ന സർക്കാരുകൾ എന്തിനാണ് അജിത് കുമാറിനെ ഭയക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ LDF സർക്കാർ അജിത് കുമാറിനെ ഭയന്നിരുന്നത്, കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരുന്നത് LDF സർക്കാരാണ്. അവരെ പൂട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അജിത് കുമാറിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷെ UDF സർക്കാർ എന്തുകൊണ്ടാണ് 18 ദിവസത്തോളം റിപ്പോർട്ട് പോലും മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും ആദ്യം ഈ വിഷയത്തിൽ സമയമെടുക്കും എന്നൊരു രീതി പറയുകയും, KC വേണുഗോപാൽ വന്ന് ഞങ്ങളുടെ കുട്ടികൾ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൂടിയാണ്, അദ്ദേഹം ആലപ്പുഴയിലെ MP കൂടിയാണ്. അപ്പൊ ആ ഒരു കാര്യം പറയുമ്പോൾ ആലപ്പുഴയുടെ MP സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമാണ്. അവിടെ ആ വിഷയത്തിൽ KC വേണുഗോപാലിനൊപ്പം നിലപാടെടുക്കുക മാത്രമേ കോൺഗ്രസ്സുകാർക്കും ചെയ്യാൻ കഴിയൂ. കാര്യം ഭിന്ന അഭിപ്രായങ്ങളിലേക്ക് പോകാനാകില്ല. പല വിഷയങ്ങളിലും കോൺഗ്രസും അല്ലെങ്കിൽ UDF എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് UDF-കാർക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. PM ശ്രീ ആയിക്കോട്ടെ, അതുപോലെ തന്നെ LDF നടത്തിയ പല കാര്യങ്ങളും, ഇപ്പൊ കേരയിൽ പദ്ധതി, കേരയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. PM ശ്രീ കേരളത്തിന് വേണ്ട എന്ന് നിഷ്പക്ഷരായ ജനങ്ങൾ, കേരളം കണ്ടതാണ് രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തെ കേരളം തള്ളിയത് കൊണ്ട് തന്നെയാണ് LDF-ന് പരാജയം ഉണ്ടായത്. ആ ഒരു വിഷയത്തിലൊക്കെ പുതിയ സർക്കാർ എന്ത് നിലപാടാണ് എടുക്കുന്നത്? നിലപാട് തന്നെ പുതിയ സർക്കാരും തുറന്നു കൊണ്ടുപോയാൽ ജനങ്ങൾ എന്തായാലും ഇതിനെതിരായിട്ട് അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പുതിയ സർക്കാർ എടുക്കുന്നെങ്കിൽ സത്യത്തിൽ എന്തിനാണ് പുതിയ സർക്കാരിന്റെ ആവശ്യം? പഴയ സർക്കാർ ചെയ്തു വെച്ച നല്ല കാര്യങ്ങളെ തുടർച്ച വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ, ജനങ്ങൾക്ക് വിശ്വാസം സർക്കാരിലും പോലീസിലും, കഴിഞ്ഞ 10 വർഷമായി ജനമൈത്രി പോലീസ് ആയിരുന്നില്ല, കൊലമൈത്രി പോലീസ് ആയിരുന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞ സാധാരണക്കാരായ ജനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ പുതിയൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് പിണറായി വിജയൻ ആയിരുന്നു നല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി, രമേശ് ചെന്നിത്തല ആയിരുന്നു ചോദിക്കുമ്പോൾ ഒരാൾ പോലും പിണറായി വിജയന്റെ പേര് പറയുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ പേര് ഇപ്പോൾ പറയുന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഒരു മാസമായിട്ട് അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്, കേരള പോലീസിന്റെ നേതൃത്വത്തിൽ. ഒരു മാസം കൊണ്ട് തൂഫാൻ ഒരു ഭാഗത്ത് കൂടി കത്തിക്കയറുന്നു. രമേശ് ചെന്നിത്തല ഗ്രാഫ് വളരെയേറെ ഉയരുന്നു. അതേ സ്ഥാനത്ത് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരിക്കലും ഈക്വലായിട്ട് പോകില്ല. കാരണം അജിത് കുമാറിനെതിരെ എന്തുകൊണ്ടും നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. അതാണ് രസം. റിപ്പോർട്ട് ഇതുവരെ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. ഇപ്പൊ ആവശ്യപ്പെട്ടു, ഈ ഒരു വിവാദം വീണ്ടും വന്നതോടുകൂടി. അതുവരെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് തൂഫാന്റെ ഇത് നടത്തുന്നതിന് അതും ഒരു മോശമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും നടപടി എടുക്കുന്നത്. അല്ല, അത് മാത്രമല്ലല്ലോ, ഇത് കോൺഗ്രസിന്റെ അകത്ത് വലിയ രീതിയിൽ ചർച്ച ഉണ്ടാകുന്ന കാര്യം. യൂത്ത് കോൺഗ്രസുകാരെ അടക്കം മർദ്ദിച്ച് സമരം ചെയ്തതിനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവരെ മറ്റേതെങ്കിലും ഒരു കേസിൽ പിടിച്ചിട്ട് പകപോക്കാൻ
കൊടുക്കാൻ ഉപദ്രവിച്ചതുമല്ല. സമരം ചെയ്തതിന്റെ പേരിൽ മർദ്ദിച്ച ആ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? പല ആളുകളുടെ നിയമനത്തെ പറ്റി അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല എന്തിനാണ് ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇവരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നുണ്ട്. ഇവിടെ ഇപ്പോ സത്യത്തിൽ ഒരു ഗ്രാഫ് ഉയർത്തിയത് ഈ വിഷയത്തിൽ KC വേണുഗോപാലാണ്. അദ്ദേഹം ആദ്യം മുതൽ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിലവിലെ മുഖ്യമന്ത്രിയും അത് മറന്നെങ്കിൽ കൂടിയും ഞങ്ങളുടെ കുട്ടികളാണ് എന്ന ഓർമ്മ ഇപ്പോഴും ഉള്ളത് KC വേണുഗോപാലിനാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്ത് ഇനിയും എതിർസ്വരങ്ങൾ വരുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MR അജിത് കുമാറിനെതിരെ ഒരു നിലപാട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും കോടതിയിൽ നിന്ന് പോലും ഊരി വരാൻ പറ്റാത്ത രീതിയിലായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൽ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ചോദിച്ചതിന് കൂടെ ഇയാളുടെ വിശദീകരണം കൂടി ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കോടതിയിൽ പോയിട്ട് തനിക്കെതിരെ നടപടി വരാതിരിക്കാനുള്ള ശ്രമം ഒഴിവാക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര അല്ലെങ്കിൽ പോലീസ് വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുക ആ വിധത്തിലായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുറെ 18-20 ദിവസമായിട്ട് പൂഴ്ത്തി വെച്ച് ഇത് എന്തായാലും തേങ്ങ ഉടയ്ക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നത്. ഇത് എങ്ങനെ ഉടയ്ക്കും എന്നുള്ളതാണ് ഇനിയുള്ളത് കാണേണ്ടത്. വലിയ തേങ്ങ ഉടയ്ക്കുമോ അതോ ചെറിയ രീതിയിലായിരിക്കും ഉടയ്ക്കുക, തേങ്ങ ഉടച്ചാൽ ഉടയോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും.